ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. കുറേയെന്ന് പറഞ്ഞാൽ കുറേ ആയി. വലിയ വീഡിയോ ഒക്കെ ഇടലേ ഇല്ല, എനിക്ക് തീരെ ടൈം കിട്ടാറില്ല. പിന്നെ നമ്മുടെ പിള്ളേരെ മക്കളെ സ്കൂളിൽ ചേർത്തല്ല സ്കൂൾ ഫസ്റ്റ് ഡേയിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ആയി. ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മുടെ അല്ലുവിന് വയ്യ, അവൾക്ക് പനിയും ജലദോഷം ചുമയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഞങ്ങൾ രണ്ടാളും കേട്ടോ. അപ്പം നമ്മൾ ഇതിനു മുന്നേ ഇതേപോലെ തന്നെ ലച്ചുവിനും അല്ലുവിനും ഒന്നും വയ്യാണ്ടായപ്പം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഒരു വണ്ടി വിളിച്ചു പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മളെ വരദൂരത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ വണ്ടി വിളിക്കാണ്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇതുണ്ടോ, അതാ അവിടെ ആ റോഡിൻ്റെ കുറച്ചപ്പുറത്തേക്ക് എത്തിയാൽ ഹോസ്പിറ്റലായി. അത് പിന്നെ വണ്ടി ഒന്നും വിളിക്കാത്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ എന്താ പറയുക, എഴുന്നേറ്റിട്ട് വീട്ടിലെ കുറേ പണികളൊക്കെ തീർത്തിട്ട്, കുറച്ചൊക്കെ പണികളൊക്കെ തീർത്ത് പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പം പിന്നെ കുളിക്കൽ കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന, അത് കഴിഞ്ഞ് അവരെയും പഠിപ്പിച്ച് ഫുഡും കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഏകദേശം പണിയും തീർത്ത് കിടക്കുമ്പോഴേക്കും ഒരു ടൈമാവും. പിന്നെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുകയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാത്തത് തന്നെ. ഇപ്പം തന്നെയെന്ന് പറഞ്ഞാൽ ഇവളെ കാണിച്ച് വീട്ടിലാക്കിയിട്ട് വേണം എനിക്കിനി അടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തിട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മീനങ്ങാടി റൂട്ടും ഇങ്ങോട്ടേക്ക് പനമരം റൂട്ടും. നമ്മൾ പനമരത്തേക്ക് പോകുന്ന റൂട്ടിനാണ് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള നടക്കുക, ഇതുവഴിയാണ് പോകുന്നത്. നമ്മൾ കറക്റ്റ് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ നിർവാലത്തിൻ്റെ അടുത്തുള്ള ചേട്ടനെ കണ്ടു. പിന്നെ അവരോട് സംസാരിച്ചപ്പോൾ വീഡിയോ നിർത്തിയതാട്ടോ. അപ്പോൾ ഇതുവഴി കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അംഗൻവാടി കഴിഞ്ഞ് ഹോസ്പിറ്റല് ഒക്കെയാണ്. ആയി പറഞ്ഞേ, എന്നെ വിറ്റിപ്പണിയാണോ? ഇന്നലെ ഒന്നും തീരെ വയ്യായിരുന്നു. ഫുള്ള് കരച്ചിൽ, ഉറങ്ങുകയില്ല, കരച്ചിലും ബഹളവും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. തീരെ ഉറങ്ങാൻ, പാല് കുടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ. വരദൂർ അതാ അവിടെ ആട്ടോ വരദൂർ. പിന്നെ ഇത് ബാങ്ക്, ATM. അങ്ങനെ ഇവിടെയെന്ന് പറഞ്ഞാൽ ബാങ്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ ATM, മെഡിക്കൽ ഷോപ്പ്, പിന്നെന്താ സ്കൂള്. താഴെ വരദൂരാട്ടോ സ്കൂള്, അംഗൻവാടി ഇവിടെ മേലെ വരദൂര്, ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹോസ്പിറ്റൽ മേലെ വരദൂര്. അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വരദൂര് തന്നെയുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഏകദേശം എത്താനായി. ഇത് നമ്മൾ പകുതി എത്തിയപ്പം മഴ പെയ്തു. അയ്യോ, ഇതിലേയും പോകും കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇത് കണ്ടോ, കുടുംബാരോഗ്യ കേന്ദ്രം എഴുതി. ഇതിലേയും പോകാം, പക്ഷെ ഇന്ന് വരെ ഞാൻ ഇതിലേ പോയിട്ടില്ല. എനിക്കൊന്ന് ഇതിനേക്കാണ് എളുപ്പം. ഞാൻ പോയിട്ടുള്ളതും ഇതിലെയാണ്. ഇതിലെ പെട്ടെന്ന് എത്തും. അപ്പോൾ ഇതിലെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അംഗൻവാടി. ഇനി അല്ലൂസ് പോകുന്ന അംഗൻവാടി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, കുറച്ച് ബാക്ക് എല്ലാം കൂടെ ആകുമ്പോൾ. അപ്പം നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇപ്പം വീണേനെ. അയ്യോ, ആരും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ നോപ്പി ചീട്ടെടുത്തിട്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണിക്കണം. അവിടെയാട്ടോ ഒപ്പിച്ചിട്ട്. പാലൊന്നും എത്തില്ല. അപ്പം ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാല് നമുക്ക് വീട്ടിൽ പോയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവിടെയാട്ടോ ഒപ്പിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അവളെ കാണിക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഉറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ എല്ലായിടത്തും കുറേ പേര് നിൽക്കേണ്ടി വന്നു. ചീട്ടെടുക്കുന്നിടത്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ അതേപോലെ തന്നെ അതാ ചീട്ടെടുക്കുന്നിടത്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ എന്താ പറയുക, കൊച്ചുങ്ങളെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പനി നോക്കുന്നത്, പിന്നെ വെയിറ്റ് നോക്കുന്നിടത്ത് നിൽക്കേണ്ടി വന്നു. ഡോക്ടർ വരുന്നിടത്ത് നിൽക്കേണ്ടി വന്നു. മരുന്ന് മേടിക്കേണ്ടിടത്ത് നിൽക്കേണ്ടി വന്നു. എല്ലായിടത്തും കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സമയമാവുകയും ചെയ്തു. അവൾ അപ്പോഴേക്കും തന്നെ ഉറങ്ങുകയും ചെയ്തു. ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഉറങ്ങി. ഇനിയിപ്പം പുറത്തുനിന്ന് മരുന്ന് വാങ്ങണം.
വീട്ടിൽ കൊണ്ടുവരുന്ന കേട്ടോ. നമുക്കിനി മരുന്ന് വാങ്ങേണ്ടത് ഇവിടെ നിന്ന് മരുന്നൂടെ വാങ്ങിയാൽ പോവാം. മരുന്ന് കിട്ടിയില്ല കേട്ടോ. ഇനി മരുന്ന് പനമരത്തുനിന്ന് പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരില്ല നടക്കുകയുള്ളൂ. നമ്മുടെ എന്താ പറയുക, ആവി പിടിക്കുന്ന മരുന്ന് വൈകുന്നേരം കൊണ്ടുവരില്ല. ഇതാട്ടോ ഞാൻ പറഞ്ഞ ബാങ്ക്. ഇതെവിടെയാണ് ബാങ്കും ATM ഒക്കെ വന്നത്. ഇപ്പം നമ്മളിതാ ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തില്ല. എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവളെ എടുത്ത് പിന്നെ ഈ ബാഗും ഒക്കെ കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളത് കുറച്ച് എടുത്തു. പിന്നെ മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മരത്തുനിന്ന് വരുമ്പോൾ വേണം മരുന്ന് വാങ്ങാൻ. പിന്നെന്താ, പിന്നെ കുറേ ആയല്ലോ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇടാന്ന്. ഇനി ഇത് തന്നെ എപ്പോൾ ഇടുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ആദ്യത്തെ ആ പിള്ളേരെ സ്കൂളിൽ കൊണ്ട് വിട്ട വീഡിയോ തന്നെ ഇടാനുണ്ട്. അപ്പം അതും ഇട്ടിട്ടില്ല. ഇതുമൊക്കെ കൂടി എപ്പോഴെങ്കിലുമൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. പിന്നെ തിരക്കായതുകൊണ്ടാണ്, പിന്നെ തീരെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പം നമ്മൾ അല്ലുവിനെ വീട്ടിൽ കൊണ്ട് വിട്ട് അവർക്ക് മരുന്നും കൊടുത്ത് ഞാൻ പോകുന്നു കേട്ടോ. അതിന് ഇപ്പം 5 മിനിറ്റ് കൊണ്ട് വണ്ടി വരും. അത് ടൈം കൊണ്ട് എനിക്ക് അവിടെ എത്തണം, എന്നിട്ട് പോകണം. അപ്പം തന്നെ സമയം വൈകിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എന്താ പറയുക, തിരക്കൊന്നും ഇല്ലാത്ത ടൈമിൽ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.